നമസ്കാരം. നമുക്കൊരു സ്ത്രീപക്ഷവാദി എന്ന് പറയുന്ന ഫെമിനിസ്റ്റ് എന്ന് സ്വയം അവകാശപ്പെടുന്ന ഒരു സ്ത്രീയുടെ ഒരു വീഡിയോയുടെ ഏതാനും ഭാഗങ്ങൾ കണ്ടിട്ട് തിരിച്ചു വരാം. ഇതാണ് വീഡിയോ. ഞാൻ എന്റെ ജീവിതത്തിൽ സെക്സ് കോൺടാക്ട് ചെയ്ത ഇപ്പം എന്താ പറയാ വളരെ വിരലുണ്ടാവുന്ന ആൾക്കാർ 10 പേരോട് എനിക്ക് സെക്സ് കോൺടാക്ട് ഉണ്ടായിട്ടില്ല. വളരെ കുറച്ച് സെക്സ് റിലേഷൻഷിപ്പ് എനിക്ക് ഉണ്ടായിട്ടുള്ളൂ. അപ്പം അതിനകത്ത് തന്നെ എന്താ പറയുക ഒരു തവണ സെക്സ് കോൺടാക്ട് ഉണ്ടായിട്ട് വിട്ട് കളഞ്ഞ നമുക്ക് കംഫർട്ടബിൾ അല്ല എന്ന് തോന്നി നമുക്ക് ഒരു കംഫർട്ടബിൾ അല്ല എന്ന് തോന്നുന്ന വിട്ട് കളഞ്ഞ കേസുണ്ട്. മരണം വരുമൊരു നാളോർക്കുക മർത്യാമേ. വേറൊരു കേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഒരു കാഷ്വലായിട്ട് സെക്സ് റിലേഷൻഷിപ്പ് ഉണ്ടായി. അതിനുശേഷം ചെയ്തു ഭയങ്കര ആ സെക്സ് വളർന്നൊരു പ്രേമമായി അങ്ങനെ ഭയങ്കര പ്രേമമായി പോയി. അത് പറയും നിങ്ങൾ കണ്ടല്ലോ, സ്ത്രീപക്ഷവാദികൾ ഫെമിനിസ്റ്റുകൾ എന്നാൽ പൊതുവേ നമ്മുടെ ചിന്ത എന്താ? അവർ സ്ത്രീകൾക്ക് വേണ്ടി അടിച്ചമർത്തപ്പെടുന്ന, പീഡിപ്പിക്കപ്പെടുന്ന, സൈഡ് ലൈൻ ചെയ്യപ്പെടുന്ന സ്ത്രീകൾക്ക് വേണ്ടി വാദിക്കുന്നു, അവരുടെ ഉന്നമനത്തിന് വേണ്ടി നിലകൊള്ളുന്നു എന്നാണ്. ഈ സ്ത്രീ എന്താണ് ചെയ്യുന്നത്? എന്താണ് ഈ സ്ത്രീയുടെ അവകാശവാദം? ഈ സ്ത്രീ എന്താണ് പറയുന്നത്? നിങ്ങൾ കേട്ടല്ലോ, ആ സ്ത്രീക്ക് 10ഓളം പേരുമായിട്ട് സെക്ഷൽ ബന്ധം, ശാരീരിക ലൈംഗിക ബന്ധം ഉണ്ടായിരുന്നു. അതവർ പറയുന്ന കണക്കാണ്, കൃത്യമാണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. കൂടാതിരിക്കുക അത് അവരുടെ സ്വാതന്ത്ര്യമാണ്. പ്രായപൂർത്തിയായ ഒരാളെ സംബന്ധിച്ച് അതൊന്നും തെറ്റല്ല. അപ്പോൾ 10ഓളം പേർക്ക് സെക്ഷൽ ബന്ധം ഉണ്ടായിരുന്നു. ചിലരുമായിട്ടുള്ള ബന്ധം അവർക്ക് അത്ര കംഫർട്ടായി തോന്നിയില്ല. അങ്ങനെയുള്ളവരെ ഒഴിവാക്കി. കംഫർട്ടായി തോന്നി, സുഖകരമായി തോന്നി അവരുമായുള്ള ബന്ധം അവർ തുലർന്നു. അതിലൊരാളുമായിട്ട് വല്ലാതെ അങ്ങ് പ്രേമം മൂത്തു, പ്രേമിച്ചുകൊണ്ട് മുന്നോട്ട് പോയി. ഈ സ്ത്രീ നാട്ടിൽ കാണുന്ന ആണുങ്ങളിൽ കൊള്ളാവുന്നവരുമായിട്ട് ശാരീരിക ബന്ധം പുലർത്തി. അവർ കിട്ടുന്നവരോട് കൂടിയൊക്കെ ബന്ധം പുലർത്തി. അവർ ഇപ്പോൾ അടുത്തൊരു ഇൻ്റർവ്യൂവിൽ എന്നെ എല്ലാവരും വെടി എന്ന് പറഞ്ഞ് കളിയാക്കുന്നു എന്ന് പറഞ്ഞ് പൊട്ടിക്കരുന്നു. അവൾ പറയുന്നുണ്ട്, ഞാൻ 1 മുതൽ 10ാം ക്ലാസ് വരെ കഷ്ടപ്പെട്ട് പഠിച്ചു. പിന്നീട് ഞാൻ ഇതിന് വേണ്ടി പഠിക്കും, ബി.എഡിന് വേണ്ടി പഠിക്കുമ്പോൾ അതിരാവിലെ എഴുന്നേറ്റ് പഠിച്ചു, ട്യൂഷൻ എടുത്തു കുട്ടികൾക്ക്. പിന്നീട് ബി.എഡിൻ്റെ ക്ലാസ്സിൽ പോയി. അത് കഴിഞ്ഞ് വന്ന് വീണ്ടും കുട്ടികൾക്ക് ട്യൂഷൻ എടുത്തു. അതിനുശേഷം ഞാൻ വീണ്ടും എൻ്റെ എല്ലാ പാഠങ്ങളും ഞാൻ സ്വയം പഠിച്ചു. അങ്ങനെ രാവും പകലും കഷ്ടപ്പെട്ട് പഠിച്ചിട്ടാണ് ഞാൻ ഈ നിലയിലെത്തിയത്. എന്നിട്ടും എന്നെ വെടിയെന്ന് വിളിക്കുന്നു. അങ്ങനെ വിളിക്കാൻ നിയമപരമായ ആർക്കും അവകാശമില്ലെങ്കിലും നാടൻ ഭാഷയിൽ അങ്ങനെ പറയുന്നത് തെറ്റുണ്ടോ? കാരണം ഇവർ തന്നെ പറയുന്നു 10ഓളം പേർക്ക് ഞാൻ ശരീരം കാഴ്ചവെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ആൾക്കാർ, അത് അവരുടെ സ്വാതന്ത്ര്യമാണ്. അപ്പോൾ അങ്ങനെയൊക്കെ പോകുന്ന ആൾക്കാർ ഇതുപോലെ ആൾക്കാർ വിളിക്കുമ്പോൾ നമുക്ക് അവരെങ്ങനെ തെറ്റു പറയാൻ പറ്റുക? ഈ ശ്രീലക്ഷ്മി അറക്കൽ മാത്രമല്ല, ഈ ഫെമിനിസ്റ്റുകളായി സ്ത്രീപക്ഷവാദികളായി നടക്കുന്ന മിക്കവരുടെയും സ്വഭാവവും രീതികൾ ഇത് തന്നെയാണ്. നിങ്ങൾ ചിന്തിക്കേണ്ടത് ഇവർക്ക് പുരുഷവിദ്വേഷമാണെന്ന്. ഇവരുടെ പുരുഷവിദ്വേഷം വാക്കുകളിലാണ്. പുരുഷവിദ്വേഷികൾ പുരുഷന്മാരുമായി ഇടകലരുതല്ലോ, പുരുഷന്മാരെ അടുപ്പിക്കാൻ പാടില്ലല്ലോ. ഇവൾക്ക് സെക്സ് ചെയ്യാൻ തോന്നുമ്പോൾ ഇഷ്ടപ്പെട്ട ആൾക്കാരെ സെക്സ് ചെയ്യുന്നു. അതിൽ നന്നായി ഇഷ്ടപ്പെട്ട പണി ഇഷ്ടപ്പെട്ടവൻ്റെ പിന്നാലെ കൂടുന്നു, അവനുമായിട്ട് നിരന്തരം ഇഷ്ടപ്പെടുന്നു. ചിലരോട് അവൾക്ക് പ്രേമം തോന്നുന്നു. ഇതാണ് എല്ലാവരും ചെയ്യുന്നത്. വേറെ ഈ കോഴിക്കോട് ഷിഞ്ചിത മുസ്തഫ എന്ന് പറയുന്ന പെൺകുട്ടി ഇല്ലാതെ പീഡനം പറഞ്ഞ് ദീപക് എന്ന ചെറുപ്പക്കാരൻ മരണപ്പെട്ടപ്പോൾ ഇവളാ പെൺകുട്ടിയുടെ കൂടെയായിരുന്നു, ദീപക്കിനെതിരായിരുന്നു. ഒരു പാവപ്പെട്ട കുടുംബത്തിൻ്റെ അത്താണിയായ ഒരുത്തനെ ഇല്ലാ കഥ പറഞ്ഞ് കൊല കൊന്നപ്പോൾ ഈ വെടിയെന്ന് നാട്ടുകാർ വിളിച്ച ഇവൾ അവൻ്റെ കുടുംബത്തിനും അവനെതിരായിരുന്നു. അവൾക്ക് വേണ്ടി വാദിച്ചവളാണ് ഇവൾ, ശ്രീലക്ഷ്മി അറക്കൽ. അന്ന് ചാനലിൽ ചർച്ചയ്ക്ക് വന്നപ്പോൾ മൂക്കിന് ഇതുപോലെ ഒരു കുളത്തിട്ട് വരുത്തിയിട്ടുണ്ടായിരുന്നു. അവളുടെ പിന്നീടുള്ള ഇൻ്റർവ്യൂ ഞാൻ അടുത്ത ദിവസം കണ്ടു. ആളുടെ പേരൊന്നും ഞാൻ പറയുന്നില്ല. അതിനകത്ത് അവൾ പറയുന്നുണ്ട്, എനിക്കൊരു കുഞ്ഞിനെ വേണം തോന്നിയപ്പോൾ ഞാൻ അയാളെ വിളിച്ചു. കുഞ്ഞുണ്ടായി. 1 വർഷം കഴിഞ്ഞപ്പോൾ അയാളായിട്ട് പോകാൻ പറ്റില്ല, ഒരുമിച്ച് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അയാളെ ഒഴിവാക്കി. ഇപ്പോൾ ഞാനും കുഞ്ഞും സുഖമായി ജീവിക്കുന്നു എന്നൊക്കെ പറഞ്ഞപ്പോൾ ആ സ്ത്രീയോട് അവതാരിക ചോദിക്കുന്നു, നിങ്ങൾ കല്യാണം കഴിച്ചിരുന്നില്ല? അപ്പോൾ അത് അവിഹിതമായിരുന്നു, അത് അവർക്ക് ഇഷ്ടപ്പെട്ടില്ല. കല്യാണം കഴിക്കാതെ നടക്കുന്നത് അവിഹിതമാണല്ലോ. ശ്രീലക്ഷ്മി അറക്കൽ നടത്തുന്നത് അവിഹിതമാണ്, എല്ലാ ഫെമിനിസ്റ്റുകളും നടത്തുന്ന അവിഹിതമാണ്. അപ്പോൾ ഇവരുടെയൊക്കെ പുരുഷവിദ്വേഷം എന്താണ്? ഇവരുടെയൊക്കെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, ഇവർക്ക് കല്യാണം കഴിച്ച് നല്ലൊരു കുടുംബിനിയായി ഭർത്താവിനെ സ്നേഹിച്ച് ഭർത്താവിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്ത് ഭർത്താവ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഇങ്ങോട്ട് അനുഭവിച്ച് മക്കളെയൊക്കെ ജനിപ്പിച്ച് കുടുംബമായ ആ ഒരു സെറ്റപ്പിൽ സോഷ്യൽ ആയ രീതിയിൽ മുന്നോട്ട് പോയവർക്ക് താല്പര്യമില്ല. ഇവർക്ക് എന്ത് ചെയ്യണം? ഇവർക്ക് നാട്ടിൽ കാണുന്ന എല്ലാ ആൾക്കാരായിട്ട് ബന്ധപ്പെടണം, ഇഷ്ടപ്പെടുന്നവൻ്റെ കൂടെ സ്ഥിരമായിട്ട് പണിയെടുത്ത് പോകണം, അവനെ മടുക്കുമ്പോൾ അടുത്താളെ തേടണം. അതൊരു കുടുംബസ്ഥരായ ആൾക്കാർക്ക് പറ്റില്ലല്ലോ. അതിന് പറയുന്ന പേരാണ് ഇവരുടെ ഭാഷയിൽ ഫെമിനിസ്റ്റ്. നമ്മൾ ചിന്തിക്കുന്ന ഫെമിനിസ്റ്റ് അല്ല ഇവരൊന്നും. അപ്പോൾ അതുകൊണ്ട് ഫെമിനിസം പറഞ്ഞ് നടക്കുന്ന നമ്മുടെ നാട്ടിലെ എല്ലാ ആൾക്കാരും, ചാനലുകൾ വന്ന് വാദോരാതെ സംസാരിക്കുന്ന ആൾക്കാരൊക്കെ രഹസ്യമായിട്ടൊക്കെ ആണുങ്ങളുടെ പിന്നാലെ വേണം. ഇവർക്കൊക്കെ സുഖം കിട്ടാൻ ആണ് വേണം, മറ്റു കാര്യങ്ങൾക്ക് ആണ് വേണം, കുട്ടികളെ ജനിപ്പിക്കാൻ ആണ് വേണം, ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ ആണ് വേണം. പക്ഷേ ആണിനെ അവർ അംഗീകരിക്കില്ല. ആണ് നിരപരാധിയായി കൊല്ലപ്പെട്ടാലും പെണ്ണിന് വേണ്ടി ഇവർ വാദിക്കും. അങ്ങനെ ഇരട്ടത്താപ്പ് മുഖമായി പല തന്തക്കന്മാർക്ക് പറഞ്ഞ സ്വഭാവമായി ജീവിക്കുന്ന ഫെമിനിസ്റ്റുകളാണ് നാട്ടിൽ മുഴുവൻ. അതിൻ്റെ ഒരു എക്സാമ്പിൾ മാത്രമാണ്, ഒരു പരിച്ഛേദം മാത്രമാണ് ശ്രീലക്ഷ്മി അറക്കൽ. ഞാൻ അവരെ വ്യക്തിപരമായി കുറ്റപ്പെടുത്തുന്നില്ല. അവർക്ക് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ അതും പറഞ്ഞ് ചാനൽ വന്നിരുന്ന് അവർ വർത്തമാനം പറയുമ്പോൾ നമ്മുടെ നാട്ടിലെ സാധാരണ പെണ്ണുങ്ങളൊക്കെ ഇവരൊക്കെ സ്ത്രീകൾക്ക് വേണ്ടി വാദിക്കുന്ന, പീഡിപ്പിക്കപ്പെടുന്ന, കഷ്ടപ്പെടുന്ന പെണ്ണുങ്ങൾക്ക് വേണ്ടി വാദിക്കുന്ന ആളാണെന്ന് തെറ്റിദ്ധരിച്ച് പോകരുത്. ഇവരൊക്കെ കിട്ടുന്ന ആൾക്കാരെ മുഴുവൻ കൊണ്ട് ശാരീരിക ബന്ധം ഏർപ്പെടുത്തി നാടൻ ഭാഷയിൽ പറഞ്ഞാൽ പണിയെടുപ്പിച്ചിട്ട് ഏറ്റവും കൂടുതൽ സുഖം തരുന്നവനെ സ്ഥിരമായി കൊണ്ടു നടക്കുന്ന ഒരു വർഗ്ഗമാണ്. ഭർത്താവോ കുടുംബമോ ഒന്നും ഇവരുടെ ചിന്തയിലില്ല. അതുകൊണ്ട് ഇവർ പറയുന്ന വാക്യങ്ങളെ, വേദവാക്യങ്ങളെ കണ്ട് നിങ്ങളാരും നിങ്ങളുടെ കുടുംബജീവിതം കോഞ്ഞാട്ടയാക്കരുത്, നശിപ്പിക്കരുതെന്ന് ദയവേത് അപേക്ഷിക്കുകയാണ് വിനീതമായി.